CS ക്യാപ്സൂളിൻ്റെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവ സ്ക്രിപ്റ്റ് എന്ന രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആൻഡ് ലൂപ്പിംഗ് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവ സ്ക്രിപ്റ്റ്. കഴിഞ്ഞ വർഷം C++ൽ പഠിച്ച ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്. ഒന്നുകൂടി ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് അഡിഷൻ, x equal to y plus 10, yൻ്റെ വാല്യൂ 15, 15 plus 10 25. സബ്ട്രാക്ഷൻ x equal to y minus 10, 15 minus 10 5. മൾട്ടിപ്ലിക്കേഷൻ x equal to y into 3, 15 into 3 45. ഡിവിഷൻ x equal to y divided by 2, 15 by 2 7.5. മോഡുലസ് ഓപ്പറേറ്റർ ഓർ ഡിവിഷൻ റിമൈൻഡർ ഓപ്പറേറ്റർ. x equal to y remainder of 2, 15 remainder of 2 equal to 1. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സിസ്റ്റം 1. അതാണ് ഇവിടെ 1 എന്ന് വന്നിട്ടുള്ളത്. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ. 2 ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് പ്രീ ഇൻക്രിമെൻറ്റ്, 2 പോസ്റ്റ് ഇൻക്രിമെൻറ്റ്. പ്രീ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ആദ്യം വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആയിട്ട് എന്നിട്ടാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ 15 ഒന്ന് കൂടി 16 ആയി ആ വാല്യൂ ആണ് എക്സിലേക്ക് അസൈൻ ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ ഔട്ട്പുട്ട് എക്സിൻ്റെ വാല്യൂ 16 ആണ്. ഇവിടെ അങ്ങനെയല്ല, ആദ്യം വാല്യൂ ഓപ്പറേഷൻ നടക്കും. എന്ന് വെച്ചാൽ അസൈൻമെൻറ്റ് നടക്കും. അസൈൻ ചെയ്തിട്ട് അതിന് ശേഷമേ വൈയുടെ വാല്യൂ കൂടുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ 15 എന്നുള്ള വൈയുടെ വാല്യൂ എക്സിലേക്ക് കൊടുത്തു, അതിന് ശേഷം വൈ 15 ആയിട്ട് മാറും. അതാണ് ഇവിടെ എക്സിൻ്റെ വാല്യൂ 15 തന്നെ കിടക്കാൻ കാരണം. ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ മീൻസ് പ്രീ ഡിക്രിമെൻറ്റ് ആൻഡ് പോസ്റ്റ് ഡിക്രിമെൻറ്റ്. വൈയുടെ വാല്യൂ ആദ്യം ഈ കുറച്ചിട്ടാണ് ആ എക്സിലേക്ക് അത് അസൈൻ ചെയ്യുക, ഓപ്പറേഷൻ നടത്തുക. അപ്പോൾ 15ൽ നിന്ന് 1 കുറഞ്ഞു 14, അത് എക്സിലേക്ക് കൊടുത്തു. അതാണ് ഇവിടെ എക്സിൻ്റെ വാല്യൂ 14. ഇവിടെ അങ്ങനെയല്ല, പോസ്റ്റ് ഡിക്രിമെൻ്റ് ആണെങ്കിൽ ആദ്യം വാല്യൂ അസൈൻ ചെയ്യും. എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ വൈയിലേക്ക് കൊടുത്തു 15, അതിന് ശേഷമാണ് വൈ കുറയുകയുള്ളൂ. ഇവിടെ വൈൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ 15. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഒരു വാല്യൂ മീൻസ് ഒന്നാമത് അസൈൻമെൻറ്റ്. ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു വേരിയബിളിലുള്ള കണ്ടൻറ്റ് മറ്റൊരു വേരിയബിളിലേക്ക് അതിലേക്ക് സ്റ്റോർ ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ബീൻ്റെ വാല്യൂ എന്താണോ ബി എന്ന് പറഞ്ഞ വാല്യൂ അത് എയിലേക്ക് അസൈൻ ചെയ്യും, എയിൽ സ്റ്റോർ ചെയ്യും. അല്ല എ ആ വാല്യൂ ആയിട്ട് മാറും. ഇപ്പോൾ വാല്യൂ ഓഫ് എ 10 ആണ്, വാല്യൂ ഓഫ് ബി 3 ആണ്. എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ബീൻ്റെ 3 എന്നുള്ളത് എയിലേക്ക് കൊടുത്തു, എ 3 ആയി മാറി. പ്ലസ് ഈക്വൽ എന്ന് വെച്ചാൽ എ പ്ലസ് ഈക്വൽ ആഡ് ആൻഡ് അസൈൻമെൻറ്റ്. എ പ്ലസ് ഈക്വൽ ടു ബി എന്നത് എ ഈക്വൽ ടു എ പ്ലസ് ബിക്ക് തുല്യമാണ്. എ ഈക്വൽ ടു എ പ്ലസ് ബി എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് എ പ്ലസ് ഈക്വൽ ടു ബി. എ ഈക്വൽ ടു എ പ്ലസ് ബി. 10 പ്ലസ് 3 13, അതാണ് എയുടെ വാല്യൂ. അടുത്തത് മൈനസ് ആൻഡ് അസൈൻമെൻറ്റ്. എ മൈനസ് ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എ ഈക്വൽ ടു എ മൈനസ് ബി. 10 മൈനസ് 3 7. ഇത് മൾട്ടിപ്ലൈ ആൻഡ് അസൈൻമെൻറ്റ്. എ ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എ ഈക്വൽ ടു എ ഇൻറ്റു ബി. ഇത് എ ഈക്വൽ ടു എ ഇൻറ്റു ബി എന്നാണ് വരിക. 10 ഇൻറ്റു 3 30, എ 30 ആയി മാറി. ഡിവിഷൻ ആൻഡ് അസൈൻമെൻറ്റ്. എ ഡിവിഷൻ ഈക്വൽ ടു ബി മീൻസ് എ ഈക്വൽ ടു എ ഡിവിഷൻ ബൈ ബി, എ ഡിവൈഡഡ് ബൈ ബി. എ ബിയോട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എയിലേക്ക് അസൈൻ ചെയ്യുക. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3.33, അത് എയിലേക്ക് അസൈൻ ചെയ്തു. മോഡുലസ് ആൻഡ് അസൈൻമെൻറ്റ്. എ മോഡുലസ് ഈക്വൽ ടു ബി ഈക്വൽ ടു എ മോഡുലസ് ബി. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ് 1, അത് എയിലേക്ക് അസൈൻ ചെയ്യും. അതാണ് എൻ്റെ വാല്യൂ 1 ആയിട്ടുള്ളത്. വളരെ ഈസിയാണ്, നമ്മൾ പഠിച്ചതാണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ശ്രദ്ധിക്കുക. റിലേഷണൽ ഓപ്പറേറ്റർ റിട്ടേൺ ഐദർ ട്രൂ ഓർ ഫാൾസ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എപ്പോഴും ഒന്നിക്കിൽ 0 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. ഈക്വൽ ഓപ്പറേറ്റർ കമ്പയർ ചെയ്യാൻ. 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 2 വേരിയബിളിൽ കണ്ടെയ്ൻ ചെയ്ത വാല്യൂ തുല്യമാണോ അല്ലയോ. ഈക്വൽ ടു എ ഈക്വൽ ടു ബി. എയിലും ബിയിലുള്ള വാല്യൂ സെയിം ആണോ. 10 ഈക്വൽ ടു ബി. 10ഉം 3ഉം ഈക്വൽ അല്ല, അതാണ് ഇവിടെ ഫാൾസ് റിട്ടേൺ ചെയ്തത്. നോട്ട് ഈക്വൽ തുല്യമല്ല എങ്കിൽ എ നോട്ട് ഈക്വൽ ടു ബി. 10ഉം 3ഉം തുല്യമല്ല എങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. അതാണ് ഇവിടെ ട്രൂ റിട്ടേൺ ചെയ്ത് 2 തുല്യമല്ല. ലെസ് ദാൻ എ ലെസ് ദാൻ ബി. 10 എയിലുള്ള വാല്യൂ
ബി ഉള്ള വാല്യൂക്കാൾ കുറവാണെങ്കിൽ അല്ല, ഇവിടെ കൂടുതലാണ്, അതുകൊണ്ടാണ് ഫാൾസ് റിട്ടേൺ ചെയ്തത്. ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ബി, 10 ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണ്, അതാണ് ട്രൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, 10 10നേക്കാൾ കുറവോ തുല്യമോ അല്ല, അതുകൊണ്ടാണ് ഫാൾസ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ട്രൂ ആണ്. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് ഈക്വൽ, നോട്ട് ഈക്വൽ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഓർത്ത് വെക്കുക, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് റിട്ടേൺ ഐദർ ട്രൂ ഓർ ഫാൾസ്. സിമിലർലി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൾസോ റിട്ടേൺ ട്രൂ ഓർ ഫാൾസ്. ദേ ആർ യൂസ്ഡ് ടു കണക്ട് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. രണ്ട് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഒന്ന് ആൻഡ്, ഓർ, നോട്ട്. ആൻഡ് മീൻസ് if both relational operators return ട്രൂ, രണ്ടും ട്രൂ ആണെങ്കിൽ, ഇവിടെ ഇപ്പോൾ എ ബി എന്നാണ് കൊടുത്തിട്ടുള്ളത്, എ ആൻഡ് ബി, എയും ബിയും ട്രൂ ആണെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും. ഏതെങ്കിലും ഒന്ന് ഫാൾസ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ഫാൾസ്, അത് എപ്പോഴും ഫാൾസ് തന്നെ റിട്ടേൺ ചെയ്യുകയുള്ളൂ. രണ്ടും ട്രൂ, ബോത്ത് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് റിട്ടേൺ ട്രൂ, ദെൻ ഓൺലി ആൻഡ് ഓപ്പറേറ്റർ റിട്ടേൺ ട്രൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആൻഡ് ഓപ്പറേറ്റർ ട്രൂ റിട്ടേൺ ചെയ്യുകയുള്ളൂ. ഇവിടെ ഇപ്പം എ എന്നുള്ളത് ട്രൂ ആണ്, ബി ഫാൾസ് ആണ്, അപ്പോൾ ഒന്ന് ഫാൾസ് ആയതുകൊണ്ട് തന്നെ ഫാൾസ് റിട്ടേൺ ചെയ്യും. രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ റിട്ടേൺ ചെയ്യുകയുള്ളൂ. ഓർ എ ഓർ ബി, ഇഫ് എനി വൺ ഈസ് ട്രൂ ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ, ഇപ്പോൾ രണ്ട് ട്രൂ ആണെങ്കിലും ട്രൂ റിട്ടേൺ ചെയ്യും, ഒന്ന് ട്രൂ ആണെങ്കിലും ട്രൂ റിട്ടേൺ ചെയ്യും. ഈ ബോത്ത് ആർ ഫാൾസ് ഇറ്റ് വിൽ റിട്ടേൺ ഫാൾസ്. രണ്ടും ഇവിടെ എയും ബിയും ഫാൾസ് ആണെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും, രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആണെങ്കിലും മറ്റേതൊന്ന് ട്രൂ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. നോട്ട് ഓപ്പറേറ്റർ, നോട്ട് എ, കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ ട്രൂ ആണെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും, ഫാൾസ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. അഡിഷൻ ഓപ്പറേറ്റർ, അഡിഷൻ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഈ പ്ലസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അരിത്മെറ്റിക് ഓപ്പറേഷനിൽ ആഡ് ചെയ്യാൻ, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് പ്ലസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്ലസ് ദ ഓപ്പറേറ്റർ പ്ലസ് ഈസ് ആൾസോ യൂസ്ഡ് ടു കൺകാറ്റിനേറ്റ് ഓർ ആഡ് ടു ഓർ മോർ സ്ട്രിങ്. ഒന്നോ അതിൽ കൂടുതൽ, രണ്ടോ അതിൽ അധികമോ സ്ട്രിങ്സ് നമുക്ക് കമ്പൈൻ ചെയ്യാനും മേർജ് ചെയ്യാനും നമ്മൾ പ്ലസ് അല്ലെങ്കിൽ സ്ട്രിങ് അഡിഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അരിത്മെറ്റിക് ഓപ്പറേറ്ററായ പ്ലസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നോക്കാം. എക്സ് ഈക്വൽ ടു ഹയർ, വൈ ഈക്വൽ ടു സെക്കൻഡറി, സെഡ് ഈക്വൽ എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സിലുള്ള ഹയറും വൈയിലുള്ള സെക്കൻഡറിയും കൂടി മേർജ് ചെയ്തിട്ട് അത് ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് സെഡിലേക്ക് സ്റ്റോർ ചെയ്യും. അതാണ് ഔട്ട്പുട്ട്. സെഡ് ഈസ് ഹയർ സെക്കൻഡറി, സെഡ് ഹയർ സെക്കൻഡറി ആയിട്ട് മാറും. അതവിടെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി, ഒന്ന് മറ്റൊന്നിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ അഥവാ പ്ലസ് ഉപയോഗിക്കുന്നത്. രണ്ട് യൂസിനാണ് പ്ലസ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് ഓപ്പറേറ്ററായിട്ടാണ് പ്ലസ് ഉപയോഗിക്കുന്നത്. ഒന്ന് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ, രണ്ടാമത്തത് ആഡ് ചെയ്യാൻ, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനും പ്ലസ് ഓപ്പറേറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ വൺ വേരിയബിൾ ഈ സ്ട്രിങ്, ഒന്ന് തന്നിട്ടുള്ള സ്ട്രിങ് ആണ്, ആൻഡ് അതർ ഈസ് നമ്പർ, ഒന്ന് സ്ട്രിങ്ങും മറ്റേത് നമ്പറും ആണെങ്കിൽ ഇറ്റ് വിൽ ട്രീറ്റ് ബോത്ത് വേരിയബിൾ ആസ് സ്ട്രിങ്. ഇപ്പോൾ തന്ന ഒന്ന് സ്ട്രിങ്ങും ഒന്ന് നമ്പറും ആണെങ്കിൽ ഈ പ്ലസ് അല്ലെങ്കിൽ അഡീഷൻ നടക്കുന്ന സമയത്ത് രണ്ടിനെയും അത് സ്ട്രിങ് ആയിട്ടാണ് എടുക്കുക. ഇവിടെ നോക്കുക, എക്സ് ഈക്വൽ ടു 10 സ്ട്രിങ് ആണ്, വൈ 20, സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സ് എന്നുള്ള സ്ട്രിങ് ആണ്, വൈ നമ്പറാണ്, പക്ഷേ നമ്പറിനെ അത് സ്ട്രിങ് ആക്കി മാറ്റി രണ്ടും കൂടി ഒരു കൺകാറ്റിനേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ 10നോട് 20 കൂടി എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തായിട്ട് ആണ് സെഡിൽ സ്റ്റോർ ചെയ്യുക. എന്ന് വെച്ചാൽ സെഡ് എന്ന് വെച്ചാൽ 10, 20 ഇങ്ങനെ അതെന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും, മെർജ് ചെയ്യും. If we add x and y in the form of two numbers, നമ്മൾ രണ്ട് നമ്പേഴ്സ് രൂപത്തിൽ നമുക്ക് ആഡ് ചെയ്യണം. 10നെ നമ്പറാക്കി എടുത്ത് 10ഉം 20ഉം 30 എന്നുള്ള നമുക്ക് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ് ആയ 10നെ ആദ്യം നമ്മൾ നമ്പറിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ z ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ്. ശ്രദ്ധിക്കുക, ഈ ഒരു കീവേഡാണ് നമ്പർ. അപ്പോൾ എക്സിന് ദിസ് കീവേഡ് വിൽ കൺവേർട്ട് ദ വാല്യൂ ഓഫ് മീൻസ് ദ വാല്യൂ ഇൻ ദ എക്സിലുള്ള വാല്യൂ മീൻസ് സ്ട്രിങ്ങിനെ ഇറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 10 + 20 ഈക്വൽ ടു 30. അങ്ങനെയാണ് z 30 ആയിട്ട് മാറുന്നത്. ശ്രദ്ധിക്കുക, നമ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. അല്ല എങ്കിൽ അത് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട്, രണ്ട് സ്ട്രിങ് ആയി മാറിയിട്ട് അത് കൺകാറ്റിനേഷൻ മീൻസ് അത് ഒന്നാമത്തെ എന്ന വാല്യൂവിൻ്റെ എൻഡിലേക്ക് അവസാനത്തിലേക്ക് രണ്ടാമത്തെ വാല്യൂ കമ്പൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അഡീഷൻ നടക്കില്ല. അടുത്തത്
control structures in JavaScript. Control structures are used to change sequential flow of execution. എക്സിക്യൂഷൻ്റെ സീക്വൻഷ്യൽ ഫ്ലോ എന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, റൺ ചെയ്യും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യും. ഇങ്ങനെ 1 by 1 ആയിട്ട് എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, നാലാമത്തെ എക്സിക്യൂട്ട് ചെയ്യാം. ഇങ്ങനെ അവിടെ ആ സീക്വൻഷ്യൽ ഫ്ലോ മാറ്റിയിട്ട് ഒരു കണ്ടീഷൻ അനുസരിച്ച് അത് ട്രൂ ആണെങ്കിൽ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് വിട്ടിട്ട്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെൻറ്റ്സ് വിട്ടിട്ട് അടുത്ത ഏതാണോ ട്രൂ ആയി വരുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുക. ഇങ്ങനെ 1 by 1 ആയിട്ടുള്ള സീക്വൻഷ്യൽ ഫോമിൽ നിന്ന് മാറ്റി എക്സിക്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈഫ് എൽസ് ഒന്നാമത്തെ കൺട്രോൾ സ്ട്രക്ചറാണ്. ഈഫ് എൽസ് നമ്മൾ C++ പഠിച്ചതാണ്. ഇറ്റ് ഇസ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കൺട്രോൾ സ്ട്രക്ചർ. വളരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കൺട്രോൾ സ്ട്രക്ചറാണ് ഈഫ് എൽസ്. സിൻറ്റാക്സ് നോക്കാം. ഈഫ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ടെക്സ്റ്റ് എന്നല്ല ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. വെച്ചാൽ നേരെ 1 by 1 ആയിട്ട്. അതല്ല, ഇവിടെ ഇത് ട്രൂ അല്ല എങ്കിൽ സീക്വൻഷ്യൽ ഫോം മാറുകയാണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇവിടെ നിന്ന് ഇത് വിട്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ട് എൽസ് പാർട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇങ്ങനെ ആ നോർമൽ ഫ്ലോ നിന്ന് മാറിയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഈഫ് എൽസിന് ഒരു എക്സാമ്പിൾ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് 20 എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു മാർക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. 35 കൂടുതലാണ് മാർക്ക് കിട്ടിയതെങ്കിൽ പാസ്ഡ് എന്ന് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. അല്ല എങ്കിൽ ഫെയിൽഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ കൊടുത്തുള്ളത് 20 ആണ്. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് ഫാൾസ് ആണ്. അപ്പോൾ എൽസിലേക്ക് വരും, എന്നിട്ട് ഫെയിൽഡ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതല്ലെങ്കിൽ നോർമൽ ഫ്ലോയിലുള്ള അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വിട്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ട് എൽസ് പാർട്ടാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ നോർമൽ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ നിന്ന് മാറിയിട്ട് ആ കണ്ടീഷൻ അനുസരിച്ച് ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിട്ടിട്ട് മറ്റൊരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണിത് ഈഫ് എൽസ്. നമ്മൾ റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഫെയിൽഡ് എന്നാണ് ഡിസ്പ്ലേ ആവേണ്ടത്. ഫെയിൽഡ് എന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഈ വാല്യൂ മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ 40 എന്ന് കൊടുക്കുകയാണ്. 40 എന്ന് കൊടുത്തു, സേവ് ചെയ്തു. ഇനി പാസ്ഡ് എന്നാണ് ഡിസ്പ്ലേ ആവേണ്ടത്. നോക്കാം, ഇവിടെ പാസ്ഡ് എന്ന് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് പ്രോഗ്രാം നമുക്ക് നോക്കാം. രണ്ടാമത്തെ സ്ക്രിപ്റ്റ് നോക്കാം. ബിഗ്ഗർ ഓഫ് 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സ് തന്നിട്ട് അതിൽ ഏറ്റവും ബിഗ്ഗർ ഏതാണ്, ഏറ്റവും വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. 40, 35, 40യും 35ഉം തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ടും 40 ആണ് ഇവിടെ ഗ്രേറ്റർ വാല്യൂ. ഇപ്പോൾ ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ, 40 വൈനേക്കാൾ കൂടുതലാണ്, ട്രൂ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, എക്സ് ഈസ് ബിഗ്ഗർ. അപ്പോൾ ഇവിടെ എക്സ് ബിഗ്ഗർ എന്ന് പറയും, അല്ലെങ്കിൽ വൈ ഈസ് ബിഗ്ഗർ എന്ന് പറയും. രണ്ടും ഒരിക്കലും ഡിസ്പ്ലേ ആവില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വൈ മീൻസ് എക്സ് 40 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 35 ട്രൂ ആണ്. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ബിഗ്ഗർ എന്നാണ് ഡിസ്പ്ലേ ചെയ്യുക. നമുക്ക് നോക്കാം, എക്സ് ഈസ് ബിഗ്ഗർ. ഇനി ഞാൻ വൈയുടെ വാല്യൂ കൂട്ടിക്കൊടുക്കുകയാണ്. വൈയുടെ വാല്യൂ 45 ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വൈ ഈസ് ബിഗ്ഗർ എന്നാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. രണ്ടാമത്താണ് വേണ്ടത്. വൈ ഈസ് ബിഗ്ഗർ. ഇപ്പോൾ ഈ വൈക്ക് പകരം ഇവിടെ നിങ്ങൾക്ക് വാല്യൂ തന്നെ ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ആർഗ്യുമെൻറ്റ്സ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലസ് അല്ലെങ്കിൽ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ, ആഡ് ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എക്സ് അവിടെ ഒരു പ്ലസ് കൊടുക്കുക, എക്സ് ഈസ് ബിഗ്ഗർ. ഇനി നമുക്ക് നോക്കാം, അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ വൈ പ്ലസ് വേരിയബിൾ ആണെങ്കിൽ ഡബിൾ കോട്ട്സ് വേണ്ട, നേരെ ആ വേരിയബിൾ തന്നെ കൊടുത്താൽ മതി. ഇനി നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഒരു വൈ ഉണ്ട്, അതാണ് ആ തെറ്റിപ്പോയിട്ടുള്ളത്. സേവ് ചെയ്തു. ഇപ്പോൾ പറയും 45 ഈസ് ബിഗ്ഗർ. 45 ഈസ് ബിഗ്ഗർ. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇനിയും ഇവിടെ വരുന്നുണ്ടെങ്കിൽ പ്ലസ് കൊടുക്കുക, അതിനനുസരിച്ച് അതിലേക്ക് സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് അല്ലെങ്കിൽ വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്വിച്ച്, ഇറ്റ് ഈസ് എ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്.
സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി സെലക്റ്റഡ് ബേസ്ഡ് ഓൺ വാല്യൂ ഓഫ് ആൻ എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷൻ്റെ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ, ആ എക്സ്പ്രഷൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മീൻസ് ഇവിടെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2, 3, 4 ബ്രാഞ്ചിങ് നമുക്ക് നടത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സ്വിച്ച് 1, സ്വിച്ച് ഇവിടെ എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ സ്വിച്ച് 1 ആദ്യം ഇതുമായിട്ട് കമ്പയർ ചെയ്യും. ഈ 1 0 അപ്പോൾ തുല്യമല്ല. അപ്പോൾ ആ കേസ് കഴിഞ്ഞിട്ട് അടുത്ത കേസ് നോക്കും. അടുത്ത കേസിൽ 1ഉം 1ഉം കമ്പയർ ചെയ്തു സെയിം ആണ്. അതുകൊണ്ട് തന്നെ ആ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അത് ബ്രേക്ക് വന്നാൽ ഉടനെ തന്നെ ഔട്ട് ഓഫ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെളിയിലേക്ക് അത് പോകും. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ എത്രയും 2, 3, 4 കേസ് വാല്യൂ, ഒരു 10 കേസ് വാല്യൂ, 20 കേസ് വാല്യൂ എല്ലാം നമുക്ക് നൽകാൻ പറ്റും. അതാണ് ഇറ്റ് ഈസ് എ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. റൺ ചെയ്ത് നോക്കാം. സ്വിച്ചിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ സ്വിച്ച് എക്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതാ ഔട്ട്പുട്ട് 1 ഈസ് ബൂളിയൻ. കാരണം എക്സ് ഇതൊരു തന്ന നമ്പർ ബൂളിയൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. 0 ആണെങ്കിൽ ബൂളിയൻ എന്ന് പറയും, 1 ആണെങ്കിലും ബൂളിയൻ എന്ന് പറയും. കാരണം 0 ബൂളിയൻ നമ്പേഴ്സാണ് 0, 1. അതല്ലാത്ത ഒരു നമ്പർ ആണ് എങ്കിൽ നോട്ട് ബൂളിയൻ എന്നാണ് ഈ വെബ് പേജ് റിട്ടേൺ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എക്സിന് 1 ആണ്. 1 എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഇവിടുന്ന് മാച്ച് ചെയ്തു, അല്ല ഉടൻ തന്നെ പിന്നെ ഇവിടെ മാച്ച് ചെയ്തു 1 ആണ്. ബൂളിയൻ എന്ന് ഡിസ്പ്ലേയും ഉടൻ തന്നെ സ്വിച്ച് ബ്ലോക്കിന് ഔട്ടിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ വാല്യൂ ഞാനൊരു 5 എന്നാണ് കൊടുത്തത്, 5 സേവ് ചെയ്യാണ്. അപ്പോൾ ഇത് ഉടനെ തന്നെ മാച്ച് ചെയ്യും. ഇവിടെ 5 0 അല്ല, 5 1ഉമായിട്ട് തുല്യമല്ല. ഉടനെ തന്നെ അല്ല, ഡീഫാൾട്ട് ഈ തന്ന വാല്യൂ ഒന്നും അല്ല എങ്കിൽ ഇത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇവിടെ 5 എന്നുള്ള ഇവിടെ തരാത്ത കേസ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നോട്ട് ബൂളിയൻ എന്നാണ് ഡിസ്പ്ലേ ചെയ്യുക. നോക്കാം, അതാണ് ഇവിടെ നോട്ട് ബൂളിയൻ എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ലൂപ്പ്. Loops are used to execute a group of statements repeatedly until a condition is met. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാനാണ് ലൂപ്പിംഗ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഇയർ പഠിച്ചത് തന്നെയാണ്. ഒരു കണ്ടീഷൻ എത്തുന്നത് വരെ, ആ കണ്ടീഷൻ എത്തിയാൽ ഉടൻ തന്നെ അതെന്ത് ചെയ്യും, ആ എക്സിക്യൂഷൻ തുടരെയുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ്സുകളുടെ എക്സിക്യൂഷൻ നിർത്തിയിട്ട് അവിടെ ആ ബ്ലോക്കിന് വെളിയിലേക്ക് വരും. അതിനുപയോഗിക്കുന്ന ഒന്നാമത്തെ ലൂപ്പാണ് ഫോർ ലൂപ്പ്. സിൻറ്റാക്സ് ഫോർ ഇനീഷ്യലൈസേഷൻ, ആദ്യത്തെ ഇനീഷ്യലൈസ് ചെയ്യുക, വേരിയബിളിന് വാല്യൂ കൊടുക്കുക. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കും. അതിനനുസരിച്ച് എപ്പോഴാണോ കണ്ടീഷന് ഫാൾസ് ആവുന്നത് അതോടുകൂടി ആ എക്സിക്യൂഷൻ അല്ലെങ്കിൽ തുടരെ അത് റണ്ണ് ചെയ്യുന്നത് നിൽക്കും. അതുപോലെ തന്നെ ഇവിടെ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ്, ആ കൺട്രോൾ മീൻസ് ആ കൺട്രോൾ വേരിയബിൾ ഇൻക്രിമെൻ്റ് ആവും അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ആവും. അതിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് വന്നിട്ടുള്ളത്. പ്രോഗ്രാം നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഒന്ന്, ക്രിയേറ്റ് എ വെബ് പേജ് ടു ഡിസ്പ്ലേ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ്. തന്ന ആദ്യത്തെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാനുള്ള ഒരു വെബ് പേജാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത്, ക്രിയേറ്റ് എ വെബ് പേജ് ടു ഡിസ്പ്ലേ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക, 1 + 2 + 3 + 20 വരെ സമ്മ്. അതാണ് രണ്ടാമത്തെ വെബ് പേജ്. അത് കണ്ടുപിടിക്കാനുള്ളതാണ്. റൺ ചെയ്ത് നോക്കാം. ഒന്നാമത്തത് 1 മുതൽ 10 വരെ ഉള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാനുള്ളതാണ്. വേരിയബിൾ IS അതിവിടെ ശ്രദ്ധിക്കുക, i = 1. ഐനെ കൺട്രോൾ വേരിയബിൾ 1 ആയി ഇനീഷ്യലൈസ് ചെയ്തു. ചെക്ക് ചെയ്യാണ്, കണ്ടീഷൻ ട്രൂ ആണോ നോക്കണം. 1 ഐൻ്റെ വാല്യൂ 1 ആണ്, 10നേക്കാൾ കുറവാണ്. ഇവിടെ 10 എന്ന് കൊടുക്കാൻ കാരണം 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. 20 ആണെങ്കിൽ 20 വരെ ഉള്ളത് ഡിസ്പ്ലേ ആവും. 100 ആണെങ്കിൽ 100 വരെ ഡിസ്പ്ലേ ആവും. ഇവിടെ ചെക്ക് ചെയ്തു, 1 <= 10 ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഇവിടെ നിന്ന് കൺട്രോൾ ഇങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ നിന്ന് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് വരും. S = I × I. S = I × I എന്ന് വെച്ചാൽ 1 × 1 എന്ന് വെച്ചാൽ 1. document.write ഇവിടെ കേളി ബ്രാക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാലേ മുകളിലേക്ക് പോകുള്ളൂ. എവിടെയാണോ കേളി ബ്രാക്കറ്റ് അവസാനിക്കുന്നത് അതുവരെ വരും. അപ്പോൾ ഇവിടെ 1 × 1 വന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നു. സ്ക്വയർ ഓഫ് അത് ഡിസ്പ്ലേ ചെയ്യും. document.write ഡിസ്പ്ലേ ചെയ്യും. പ്ലസ് കൺകാറ്റിനേഷൻ ഓപ്പറേറ്ററാണ് I എന്ന് പറഞ്ഞ വേരിയബിളാണ്. അതിലുള്ള വാല്യൂ 1 ആണ്. അപ്പോൾ സ്ക്വയർ ഓഫ് 1 പ്ലസ് സ്ക്വയർ ആയതുകൊണ്ട് വേരിയബിൾ ആയതുകൊണ്ട് ഡബിൾ കോട്ട്സ് കൊടുക്കരുത്.
അതാണ് ഇവിടെ ഐ തന്നെ കൊടുത്തത്. സ്ക്വയർ ഓഫ് 1 എന്ന് വരും, ഐൻ്റെ വാല്യൂ 1 1 ഈസ് എന്ന് വെച്ചിട്ട് അത് സ്ട്രിങ് ആയതുകൊണ്ടാണ് ഡബിൾ കോഴ്സിൽ കൊടുത്തത്. എസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എസ്സിലെ വാല്യൂ 1 × 1 1 എന്ന് ഡിസ്പ്ലേ ചെയ്യും. സ്ക്വയർ ഓഫ് 1 ഈസ് 1. ബി ആർ എന്നുള്ളത് നിങ്ങൾ പഠിച്ചതാണ്, HTML ടാഗാണ്, അതാണ് ഡബിൾ കോഴ്സിൽ ആംഗിൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ക്ലോസ് ചെയ്തു. ഉടനെ തന്നെ ഇവിടെ നിന്ന് അത് ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ടാണ് വരിക. ഐൻ്റെ വാല്യൂ കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ആയി 2 ആയി. 1 1 എന്നുള്ളത് 2 ആയി. ചെക്ക് ചെയ്തു, ട്രൂ ആണ്. 2 × 2 4 എന്ന് വന്നു. സ്ക്വയർ ഓഫ് 2 ഇവിടെ 2 ഐൻ്റെ വാല്യൂ 2 ഈസ് എസ് 2 × 2 അവിടെ പറഞ്ഞു 4 ഡിസ്പ്ലേ ചെയ്യും. അടുത്ത ലൈനിലേക്ക് ബി ആർ ഇവിടെ പോകുന്ന അടുത്ത ലൈനിലേക്ക് പോകാനാണ്. ഐൻ്റെ വാല്യൂ 3 ആവും, 9 ആയി. സ്ക്വയർ ഓഫ് 3 ഈസ് 9. അങ്ങനെ വന്ന് 9 ആയി. 9 3 4 5 6 7 8 9 എത്തി എന്നുള്ള നമ്മൾ അങ്ങനെ എക്സിക്യൂഷൻ കഴിഞ്ഞു എന്ന് നമ്മൾ അനുമാനിക്കുക. അങ്ങനെ ഇവിടെ 9 എത്തിയിട്ടുണ്ട്. 9 കണ്ടീഷൻ ട്രൂ ആണ്. 9 ≤ 10 10 ട്രൂ ആണ്. 9 × 9 81. സ്ക്വയർ ഓഫ് 9 ഈസ് 81 എന്ന് വന്നു. അടുത്ത ലൈനിലേക്ക് പോയി ഇവിടെ 10 ആയി. ചെക്ക് ചെയ്തു, 10ഉം ട്രൂ ആണ്. 10 × 10 10 10 × 10 100. അങ്ങനെ സ്ക്വയർ ഓഫ് 10 ഈസ് 100 ഡിസ്പ്ലേ ചെയ്ത് അടുത്ത ലൈനിലേക്ക് പോയി. ഇവിടെ ചെക്ക് ചെയ്തു, 11 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഫാൾസ് ആണ്. 11 ≤ 10 ഫാൾസ് ആണ്. ഉടനെ തന്നെ ഈ എക്സിക്യൂഷൻ നിർത്തിയിട്ട് ആ ബ്ലോക്കിന് ഫോർ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഫോർ ലൂപ്പിൻ്റെ ബ്ലോക്ക് ഈ കേളി ബ്രാക്കറ്റ് അവസാനിക്കുന്ന അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യും, കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് സ്ക്വയേഴ്സ് ഓഫ് അല്ലെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ്. അതുപോലെ തന്നെ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10. ഇതുപോലെ തന്നെ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ഐന് 0 കൊടുത്തു, എസ് = 0 ഓരോന്ന് കൂട്ടിപ്പോവാണ്. ഫോർ ഐ = 1 ഐന് 1 എന്ന് കൊടുത്തു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് വെച്ചാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ട്രൂ ആണ്. എസ് = 0 + 1 കാരണം അതിനാണ് ഇവിടെ 0 കൊടുത്തത്. ആദ്യം 0നോട് കൂട്ടിയാണ് പോവുക. 0 + 1 1 + 2 2 + 3 അതിനാണ് ആദ്യം എസ്സിന് 0 കൊടുത്തിട്ടുള്ളത്. 0 + 1 1 എന്നായി എസ്. വീണ്ടും ഇങ്ങോട്ട് വന്നു, കേളി ബ്രാക്കറ്റ് ഒന്ന് ഇവിടെ വന്നു. അതിൻ്റെ വാല്യൂ 2 ആയി. ചെക്ക് ചെയ്തു, ട്രൂ ആണ്. 2 20നേക്കാൾ കുറവാണ്. അതുകൊണ്ട് എസ് = 2 ആദ്യമുള്ള 1 1 + 2 അതിൻ്റെ അപ്പത്തെ വാല്യൂ 3 ആയി. ചെക്ക് ചെയ്തു, വീണ്ടും ഇവിടെ വന്നു 3 ആയി. ട്രൂ ആണ് 3. ഉടനെ തന്നെ 3 + 3 6 ആയി. അടുത്തത് 4 ആവും. 6നോട് 4 കൂട്ടി 10 ആയി. 10നോട് 5 കൂട്ടി 15 ആയി. അങ്ങനെ എത്രയാണോ 20 വരെയുള്ളത് അത് ഡിസ്പ്ലേ ചെയ്യും. 100 വരെയാണെങ്കിൽ ഇവിടെ 100 എന്നാക്കിയാൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കിട്ടും. ഈ രണ്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സ്ക്വയർ ഓഫ് 1 ഈസ് 1, സ്ക്വയർ ഓഫ് 2 ഈസ് 4, സ്ക്വയർ ഓഫ് 3 ഈസ് 9, അങ്ങനെ 100 വരെ. ഇപ്പോൾ നിങ്ങൾക്ക് 5 വരെ മതി. സം ഓഫ് സ്ക്വയേഴ്സ് അപ് ടു 5 അല്ലെങ്കിൽ 15 വരെയാണെങ്കിൽ ഇവിടെ 15 എന്ന് കൊടുക്കുക. എന്നിട്ട് റൺ ചെയ്ത് നോക്കുക. ഉടൻ തന്നെ അത് 15 വരെയുള്ളത് ഡിസ്പ്ലേ ചെയ്യും. അടുത്ത സം ഓഫ് 20 റൺ ചെയ്ത് നോക്കാം. 20 നമ്പേഴ്സിൻ്റെ സം ഈസ് 210 210 ആണ്. 210 ആണ് വന്നിട്ടുള്ളത്. ഇനി ഞാനിത് 30 കൊടുത്തു നോക്കാം. അപ്പോൾ 30 വരെയുള്ളത് വരും. 30 വരെയുള്ളതിൻ്റെ സമ്മ് കാണിക്കും. 465. ഇങ്ങനെ ഇത് എക്സാമ്പിളാണ്. ഇത് ഏത് ക്വസ്റ്റ്യനും വരാം. നിങ്ങൾ അതിനനുസരിച്ച് ഓരോന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്തത് ലൂപ്പ്. സിൻറ്റാക്സ് ഈസ് വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. വൈൽ ലൂപ്പിനുള്ള ഇതാണ് ഈ തന്നിട്ടുള്ളത്. എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതിനനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ക്രിയേറ്റ് എ വേ ടു ഡിസ്പ്ലേ ഈവൺ നമ്പേഴ്സ് അപ് ടു 10 വരെയുള്ള ഈവൺ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനാണ്. അതിനാണ് ഇവിടെ ഒന്നാമത്തെ ഈവൺ നമ്പറായ 2 എന്നുള്ള ഐയിലേക്ക് കൊടുത്തു. ട്രൂ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ നോക്കി ട്രൂ ആണ്. ഉടനെ തന്നെ ഐ ഡിസ്പ്ലേ ചെയ്തു. ബി ആർ കൊടുത്ത് അടുത്ത ലൈനിലേക്ക് പോകാനാണ്. ഉടൻ തന്നെ ഐൻ്റെ വാല്യൂ 4 ആയി മാറി. ചെക്ക് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ 10 വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് നോക്കാം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൈൽ ലൂപ്പിനുള്ളത് ഡിസ്പ്ലേ ഈവൺ നമ്പേഴ്സ് അപ് ടു 10
10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഒന്നാമത്തെ ഈവൻ നമ്പറാണ് i = 2 എന്ന് കൊടുത്തിട്ടുള്ളത്. 2 <= 10 ട്രൂ ആണ്. ഉടൻ തന്നെ 2 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. അടുത്ത ലൈനിലേക്ക് പോയിട്ട് 2 4 മാറി വീണ്ടും ഇവിടേക്ക് തന്നെ വരും. കണ്ടീഷൻ കാരണം ട്രൂ ആണ്. ഇങ്ങോട്ട് വരും, ലൂപ്പിൽ ഇങ്ങോട്ട് വരും. 4 <= 10 ട്രൂ ആണ്. ഇവിടെ വന്ന് 4 ഡിസ്പ്ലേയും അടുത്ത ലൈനിലേക്ക് പോകും. ഇവിടെ 6 ആവും, ചെക്ക് ചെയ്യും. 6 കണ്ടീഷൻ ട്രൂ ആണ്. 6 ഡിസ്പ്ലേയും 8 ആവും, ഇവിടെ വരും. കണ്ടീഷൻ ട്രൂ ആണ്. 8 ഡിസ്പ്ലേയും 10 ആവും, ചെക്ക് ചെയ്യും. ട്രൂ ആണ്. 10 ഡിസ്പ്ലേയും 12 ആവും, ഇവിടെ വരും. കണ്ടീഷൻ ഫാൾസ് ആണ്, നേരെ വെളിയിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഡ് നമ്പേഴ്സാണ് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ 2 എന്ന വരെ 1 എന്ന് കൊടുക്കുക. നമുക്ക് റൺ ചെയ്ത് നോക്കാം. 1 3 9. ഇനിയിപ്പോൾ അതിന് പകരം നമുക്കൊരു 100 വരെയുള്ള ഓഡ് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇവിടെ 100 എന്ന് കൊടുക്കാം. ഉടൻ തന്നെ അത് 100 വരെയുള്ള ഓഡ് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യും. അടുത്തത് ഇതുവരെ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടു സെലക്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പ്രോഗ്രാം കോഡ് ഫോർ എക്സിക്യൂഷൻ ഡാഷ് ഓർ ഡാഷ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആർ എക്സിക്യൂട്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രോഗ്രാം കോഡിൽ നിന്ന് എടുത്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺട്രോൾ സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ച 2 കൺട്രോൾ സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചത് ഈഫ് ഓർ സ്വിച്ച്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒരു എക്സാമ്പിളാണ് ഫോർ അല്ലെങ്കിൽ വൈൽ. ഡാഷ് ഈസ് എ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചതാണ് സ്വിച്ച്. ഇതോടുകൂടി രണ്ടാമത്തെ സെഷനും കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു.